ഭൂട്ടാനിൽ നിന്ന് കടത്തി ആഡംബര കാറുകൾ വാങ്ങിയ സംഭവത്തിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉടമകൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ കസ്റ്റംസ് തയ്യാറാകുന്നു. സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ അവർക്കൊക്കെ നോട്ടീസ് കൊടുക്കും. ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോൾ കാറും വീണ്ടും പിടിച്ചെടുക്കുമെന്നാണ് കസ്റ്റംസ് പറയുന്നത്. വീണ്ടും പിടിച്ചെടുക്കും. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഓപ്പറേഷൻ നംകോർ തുടരുകയാണ് കസ്റ്റംസ്. നിതിൻ പറയൂ. ഈ ഓപ്പറേഷൻ നങ്കൂർ എന്ന നടപടികൾ തുടരാൻ തന്നെയാണ് കസ്റ്റംസിന്റെ തീരുമാനം. ഇന്നലെ 4 വാഹനമാണ് പിടിച്ചെടുത്തത്. അതിൽ ദുൽഖർ സൽമാന്റെ 2 വാഹനവും അതോടൊപ്പം തന്നെ അമിത് ചക്കാലക്കലിന്റെ 2 വാഹനം. ഇങ്ങനെ കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് ഈ സിനിമാ താരങ്ങളുടെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ 4 വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു. അതുകൂടാതെ 36 വാഹനങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. ഈ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉടമകൾക്ക് തന്നെ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് കസ്റ്റഡി എന്ന നിലയിൽ തന്നെയാകും ആ വാഹനം ഉണ്ടാവുക. അതിൽ പ്രധാനമായും ഇപ്പോൾ ഈ ഒരു നിലയിലാണ് ഇതിന്റെ കസ്റ്റംസ് ഈ നടപടി ഉദ്ദേശിക്കുന്നത്. അതൊന്ന് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നോട്ടീസ് നൽകും. നിയമ നടപടികൾ അവസാനിക്കും വരെ അത് ഉപയോഗിക്കാൻ അനുവദിക്കില്ല, അത് നിരത്തിലിറക്കാൻ അനുവദിക്കില്ല. കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് പോകും. അതായത് ഇതിലൊരു ചെറിയ കുറ്റമാണെങ്കിൽ, ഗുരുതര സ്വഭാവമില്ലാത്ത കുറ്റമാണെങ്കിൽ അത് പിഴ അടച്ച് ഒഴിവാം. പക്ഷേ ഇത് ഗുരുതര സ്വഭാവം ഉണ്ടെങ്കിൽ ആ വാഹനങ്ങൾ തുടർ നടപടികൾക്ക് വിധേയമാക്കും. അതിൽ ഒരുപക്ഷെ ഈ ഉടമകളെ അറസ്റ്റ് നടപടിയിലേക്ക് വരെ പോകും. അതിൽ ഗുരുതര കുറ്റമാണെങ്കിൽ വാഹനങ്ങൾ കണ്ടുകെട്ടുന്ന ഒരു നിലപാടും എന്തായാലും കസ്റ്റംസിന്റെ ഭാഗത്തും ഉണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ വിശദമായ രേഖകൾ പരിശോധിച്ച് മാത്രമേ ആ നടപടിയിലേക്ക് എന്തായാലും കടക്കുകയുള്ളൂ. അതുവരെ ഇതിന്റെ ഉടമകളുടെ കസ്റ്റഡിയിൽ തന്നെ അല്ലെങ്കിൽ സേഫ് കസ്റ്റഡി നിലയിൽ തന്നെ ഈ വാഹനം വെക്കാമെന്നാണ് ഇപ്പോൾ കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ കൂടി പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ നീക്കമുള്ളത്. അത് നിസാൻ വാഹനങ്ങളാണ് പിടിച്ചെടുക്കാൻ നീക്കമുള്ളത്. ഈ 2 വാഹനം നിസാന്റെ 2 വാഹനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത്. പക്ഷേ ആ വാഹനങ്ങൾ ഇന്നലെ ഈ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകും. ചില സിനിമകളിലൊക്കെ തന്നെ ആ വാഹനം ഉപയോഗിച്ചിരുന്നു. ആ വാഹനങ്ങൾ പിടിച്ചെടുക്കാനുള്ള നടപടിയിലേക്കാകും പ്രധാനമായും പോവുക. കൂടുതൽ വാഹനങ്ങളും ഇപ്പോൾ കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലുണ്ട്. എന്തായാലും ശക്തമായ നടപടിയിലേക്ക് തന്നെയാണ് ഈ അന്വേഷണ സംഘം അല്ലെങ്കിൽ കസ്റ്റംസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ പിടിച്ചെടുത്ത വാഹനം അത് ഇതുവരെ കസ്റ്റംസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കാരണം അതിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ അത് കാലാവധി തീർന്നു എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ദുൽഖർ സൽമാന്റെ വസതിയിലെ ഗോഡൌണിൽ ആ വാഹനമുണ്ട്. ആ നിലയിൽ തന്നെ ഇപ്പോൾ കസ്റ്റംസിന്റെ തുടർ നടപടി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അതിൽ നിസാന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ നീക്കമുള്ളത്. അതിന്റെ നടപടികളൊക്കെ തന്നെ ഒരുപക്ഷെ ഇന്ന് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന് ഇന്ന് സമൻസ് നൽകുമെന്നാണ് കസ്റ്റംസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിതിൻ അംബുജൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.